എലക്ഷന് നിൽക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണോ, ഒരു സോഷ്യൽ സർവീസ് ചെയ്ത ആൾക്കാരാണോ? ഒക്കെ സിനിമാ നടികളും സിനിമാ നടന്മാരുമാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി അവർ പൈസ ഉണ്ടാക്കി സേവ് ചെയ്ത് വെച്ച് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈ പറഞ്ഞ ഇലക്ഷന് നിൽക്കുന്ന സിനിമാ നടി ആയിക്കോട്ടെ, നടന്മാരായിക്കോട്ടെ, മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, സിനിമ നടിയും നടനും മാത്രമല്ലാതെ ഇപ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്ന കുറേ വിഭാഗങ്ങളുണ്ടല്ലോ. എനിക്ക് പാർട്ടി എല്ലാം കണക്ക് തന്നെയാണ്. ഞാൻ ഇന്ന പാർട്ടിയിൽ നിൽക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. പക്ഷേ പറഞ്ഞു വന്നത് ഇപ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് സെലക്ട് ചെയ്ത ഏതെങ്കിലും ഒരാൾ ഒരു സോഷ്യൽ സർവീസിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടോ? അതൊന്ന് ബാക്കിലൊന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഒന്നാമത്തത് ഈ സിനിമാ നടന്മാരെ കൊണ്ട് തോറ്റു. സിനിമയിലോ നല്ല അഭിനയമില്ല. എന്നിട്ട് ഇലക്ഷന് നിന്നിട്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ട് വീണ്ടും എഗെയിൻ വന്നിട്ടുള്ളതാണ് സിനിമാ നടന്മാരും നടികളുമായിട്ട്. അവര് ഇത്രയും ആൾക്കാരുണ്ട്. അതിൽ ആരെങ്കിലും ഒരാൾ ഒരു സോഷ്യൽ സർവീസിലോ അല്ലെങ്കിൽ സോഷ്യൽ പരമായിട്ട് എന്തെങ്കിലും സഹായങ്ങളോ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചെലവുകളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത ഏതെങ്കിലും ആർട്ടിസ്റ്റുകളൊന്ന് ചൂണ്ടിക്കാണിക്കൂ. ഉണ്ടോ? ഇല്ല. അപ്പോ കേരളം ഇലക്ഷൻ നിൽക്കാൻ പോകുന്നത് സിനിമാ നടികളും നടന്മാരുമാണ്. ഇനി അവർക്ക് ഒന്നുകൂടെ പൈസ ഉണ്ടാക്കാനും സേവ് ചെയ്യാനും ഒരു ചാൻസ് കൂടെയായി. നടി നടന്മാരെ മാത്രമല്ല കേട്ടോ, പൊതുവെയാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ ഇപ്രാവശ്യം നിൽക്കുന്നത് ഏതെങ്കിലും ഒരാള്. എത്രയോ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾക്ക് ഇലക്ഷന് കൊണ്ടുവന്ന് നിർത്താലോ. കൈയും കാലും പിടിച്ചിട്ട് വന്ന് നിൽക്കുമെന്ന് അവരോട് പോയി യാചിക്കാലോ. അല്ലാണ്ട് സിനിമാ നടന്മാരോ അല്ലെങ്കിൽ നടികളോ നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? അവര് വീണ്ടും എഗെയിൻ പൈസ ഉണ്ടാക്കിയിട്ട് പോകും. അത്ര തന്നെ. അപ്പം ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് ആലോചിച്ച് അവരെന്തൊക്കെ സോഷ്യൽ സർവീസ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനി എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് തരാൻ പറ്റുന്നത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേണം ഇലക്ഷന് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ താഴെക്കട നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, നല്ല സോഷ്യൽ സർവീസ് ചെയ്യുന്ന, നമ്മുടെ ഒരു കുടുംബം നോക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ശ്രദ്ധിക്കപ്പെടുന്ന, ശ്രദ്ധ ചെലുത്തുന്ന, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾക്ക് നിർത്താലോ. എന്തുകൊണ്ടാണ് നിർത്താത്തത്? അപ്പോ ജനങ്ങൾ ദയവ് ചെയ്ത് വോട്ട് ചെയ്യുമ്പോൾ നല്ല സോഷ്യൽ സർവീസ്, നല്ല സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ വോട്ട് ചെയ്ത് മുന്നോട്ട് വരുത്തിക്കുക. അല്ലാതെ നിങ്ങൾ വീണ്ടും കുഴിയിൽ പോയി ചാടരുത്. ഓൾറെഡി അറിയാലോ ഈ പോയ ഇലക്ഷനിൽ ജയിച്ചിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതൊക്കെ മനസ്സിലിരുത്തിയിട്ട് വേണം വോട്ട് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.